എല്ലാവരുടെയും ആദർശിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശാണെങ്കിൽ കിരണിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ നേരായ വഴി പോയിട്ട് ഒരു കാര്യമില്ല, നമുക്ക് ഇതിൻ്റെ സത്യങ്ങൾ കണ്ടെത്തണമെങ്കിൽ കുറച്ച് വളഞ്ഞ വഴിയൊക്കെ ശ്രമിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നയനയാണെങ്കിൽ ആദർശിനെ സിംഗിൻ്റെ വേഷമൊക്കെ കെട്ടിയിട്ടൊക്കെയാണെങ്കിൽ നമ്മൾ നയനയാണെങ്കിൽ ആദർശിനെ വിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നയനയും അതുപോലെ ആദർശമാണെങ്കിൽ കിരണിനെ പോയി കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് കിരണിനായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആദർശ് നേരെയാണെങ്കിൽ ജ്വല്ലറിയിൽ പോയി ഡേവിഡിനെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അവിടെ ഒരു ബന്ധമൊക്കെ ഇതാക്കാനായിരിക്കും ആദർശ് നേരെ പോകുന്നത്. കാരണം ജ്വല്ലറിയുടെ പിന്നെ MD ആരാന്നൊക്കെ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആദർശ് ഇങ്ങനെയൊക്കെ പോകുന്നത് കേട്ടോ. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അനിയാണെങ്കിലും മൂർത്തീസ് ജ്വല്ലറിയുടെ MD സ്ഥാനമൊക്കെ ഏറ്റെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ജയനാണെങ്കിൽ അനിയെ പിടിച്ചവിടെ MD സ്ഥാനത്ത് കസേരയിലൊക്കെ ഇരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ അനിക്കാണെങ്കിൽ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അനിയാണ് ആ കസേരയിലൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അനി അവിടുത്തെ ഫയലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നമ്മൾ അബിക്കാണെങ്കിലും അതുപോലെ നവ്യയ്ക്കാണെങ്കിലും ആ ഒരു വിഷമമൊക്കെ വരുന്നുണ്ട്. കാര്യം വെച്ചാൽ നമ്മൾ അനിയാണെങ്കിൽ MD സ്ഥാനത്തൊക്കെ ഇരുത്തിയല്ലോ. അങ്ങനെ നമ്മൾ അനിയാണെങ്കിലും MD സ്ഥാനത്തൊക്കെ ഇരിക്കുന്നതൊക്കെ കാണാനാണെന്ന് തോന്നുന്നു. നമ്മൾ അബിയും അതുപോലെ നവ്യയാണെങ്കിലും ഒക്കെ ഓഫീസിലോട്ടൊക്കെ വരുന്നുണ്ട്. അതിന് നമ്മൾ അനിക്കിട്ട് എന്തെങ്കിലും പണി കൊടുക്കാനാണോ ഒന്നും അറിയാനും വയ്യ. അപ്പം ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂ ആയിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.